WHO കണക്ക് പ്രകാരം 50% ആണ് സി സെക്ഷൻ വേണ്ടി വരിക. പക്ഷേ കേരളത്തിൽ മാത്രം കണക്കെടുത്താൽ അത് 50% അതിൽ മേലേക്ക് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ആൾക്കാർക്കുള്ള അവയർനെസ് ആണോ, അതോ ഇതിലുള്ള റിസ്ക് കൂടുതലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണോ, അത് മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കുമോ? ശരിക്കും ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡറി സി സെക്ഷൻ ആണ്. ആദ്യത്തെ സി സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിസേറിയനാണ് ഇത്രയും ഹൈപ്പിൽ കൊണ്ടുപോകാനുള്ള ഒരു കാരണമായി നിൽക്കുന്നത്. 50 ആയതിന്റെ ഒരു കാരണം മിക്കത് രണ്ടാമത്തെ സിസേറിയനാണ് കൂടുതൽ എടുത്ത് നോക്കുവാണെങ്കിൽ. പക്ഷേ പ്രൈമറി സി സെക്ഷൻ അവോയ്ഡ് ചെയ്യലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആദ്യത്തെ പ്രസവം മാക്സിമം നാച്ചുറൽ ആക്കാൻ നോക്കിയാൽ പിന്നെ അങ്ങോട്ട് നാച്ചുറൽ ആയിരിക്കും. പക്ഷെ ആദ്യത്തെ സി സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ഒന്നും വി ബാക്ക് ലൈക്ക് വെജൈനൽ ബർത്ത് ആഫ്റ്റർ സി സെക്ഷൻ എടുക്കില്ല. ഈ സി സെക്ഷൻ റേറ്റ് നമ്മളിപ്പം വേണമെങ്കിൽ ആൾക്കാർ ക്ലെയിം ചെയ്യും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സി സെക്ഷൻ ചെയ്യുന്നത്. പക്ഷേ വെൻ വി ലുക്ക് ഇൻ ടു ദ ഡാറ്റ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഡാറ്റാസ് സെയിം ആണ് സി സെക്ഷൻ റേറ്റ്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സി സെക്ഷൻ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ഓൾസോ ഒരു പർട്ടിക്കുലർ മെഡിക്കൽ റീസൺ ഇല്ലാതെ എനിക്ക് തോന്നണില്ല ഒരു ഡോക്ടേഴ്സും സി സെക്ഷൻ ചെയ്യുമെന്ന്. പക്ഷേ ഈ പർട്ടിക്കുലർ മെഡിക്കൽ റീസൺ ഉള്ളത് ആ സർക്കംസ്റ്റൻസസ് മെയ്ഡ് ആവാം.